ഹായ്, എളുപ്പത്തിൽ ലഞ്ചിന് പറ്റിയ ഒരു കുക്കർ മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഹോട്ടലിൽ കിട്ടുന്ന അതേ മണവും രുചിയുമുള്ള മന്തി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. ആദ്യം ചിക്കൻ വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് 2 ചിക്കൻ ക്യൂബ്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ പെപ്പർ, 1 ടേബിൾ സ്പൂൺ ജീരകം, 3 ഏലക്ക, 6 കറുകപ്പട്ട, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ഉണക്ക നാരങ്ങ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ചെറുതായി. ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ചിക്കനിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേക്കും ഒരു വലിയ തക്കാളിയുടെ പകുതിയും ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വയ്ക്കാം. മന്തി ഉണ്ടാക്കാൻ നമ്മൾ സെല്ലാ റൈസാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അരി നല്ലതുപോലെ കഴുകി അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം. ആ സമയം കൊണ്ട് അരി വേവിക്കാനുള്ള വെള്ളം ചൂടാക്കുക. അല്പം കൂടുതൽ വെള്ളം വച്ച് 3 കറുകപ്പട്ട, 3 ഏലക്ക, 6 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് തിളപ്പിക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ അരി കഴുകി ചേർക്കുക. അരി പാകമായെന്ന് അറിയുന്നതിന് വീഡിയോയിൽ കാണുന്ന പോലെ ചോറ് പ്രസ് ചെയ്യുമ്പോൾ 2ആയി മുറിഞ്ഞു വരുന്ന രൂപത്തിൽ വേണം ഊറ്റിയെടുക്കുവാൻ. അരി വെന്ത ഉടൻ തന്നെ കുക്കറിൽ ചിക്കൻ നിരത്തി അതിന് മുകളിൽ ചോറ് നിരത്തി നമ്മളുണ്ടാക്കിയ തക്കാളി പേസ്റ്റും മുകളിലായി ഒഴിക്കുക. 2-3 പച്ചമുളകും കൂടി കുത്തി നിർത്തി ഒരു ചാർക്കോൾ കത്തിച്ച് അതിന് മുകളിലായി എണ്ണയൊഴിച്ച് കുക്കർ അടയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിക്കുക. അളവുകളെല്ലാം കൃത്യമായി എടുത്ത് ഇതേ രീതിയിൽ മന്തി തയ്യാറാക്കിയാൽ നിങ്ങൾക്കും ഈസിയായി വീട്ടിൽ കുക്കർ മന്തി തയ്യാറാക്കാവുന്നതാണ്. അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഒരു ഉണക്ക നാരങ്ങ കൂടി കുക്കറിൽ ആഡ് ചെയ്യണം. അത് ഞാൻ ഇതിൽ വിട്ടുപോയി. 1/2 കിലോ സെല്ലാ റൈസാണ് മന്തി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. മന്തി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെട്ടിരിക്കും.